മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ജനിച്ചിരിക്കുന്ന തൊബരിസ്ഥാൻ പട്ടണം, ആ പ്രദേശം ഒന്നായിട്ട് നെൽകൃഷിയും ഗോതമ്പ് കൃഷിയും കരിമ്പ് കൃഷിയും അതുപോലെ തന്നെ നിരവധി ഫ്രൂട്ടുകളുമൊക്കെ നിറഞ്ഞിരിക്കുന്ന പ്രദേശമാണ്. മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു മിക്കവാറും ചെറിയ പ്രായത്തിൽ അരിഭക്ഷണം കഴിച്ച് വളർന്നുകൊണ്ടാവാം എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. നമ്മളും മുഹീദ്ദീൻ ഷേഖ് തങ്ങളും വലിയ ബന്ധമാണ്. അത് ആ ഭക്ഷണത്തിന്റെ ഒരു വല്ലാത്ത ബന്ധമാണ്. കേരളവും മുഹീദ്ദീൻ ഷേഖ് തങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു അന്ന് ജനിക്കുമ്പോൾ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ആരാണെന്നറിയോ? ഫാത്തിമത്ത് ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ. ഉമ്മുൽ ഖൈർ എന്നാണ് അവരുടെ മാതാവിന്റെ പേര്. മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ ഗർഭം ധരിക്കുന്ന കാലത്ത് ഉമ്മയുടെ വയസ്സ് 60ആണ്. അത്ര 60ാമത്തെ വയസ്സിലാണ് മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ ഉമ്മ ഗർഭം ധരിക്കുന്നത്. ഈ ഹരിപ്പാട് ആരെങ്കിലും ഉണ്ടോ 60ൽ പ്രസവിച്ച ഉമ്മ ഉണ്ടോ? നമുക്കാർക്കെങ്കിലും 60ാമത്തെ വയസ്സിൽ ഉമ്മ പ്രസവിച്ചതായിട്ട് പറയാൻ പറ്റുമോ? മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ ഗർഭം ധരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മയുടെ പ്രായം 60ആണ്. 60ാമത്തെ വയസ്സിൽ ജനിക്കുക എന്നത് തന്നെ അത്ഭുതമാണ്. എങ്കിൽ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ആകുന്ന യാ ഗൗസൽ അഅ്ളം എന്നല്ലാഹ് വിളിച്ചോവർ ആരാണ്? മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു നബി മുഹമ്മദ് മുസ്തഫ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഇമാമുന ശാഫിഈ, ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മഹബത്തുള്ള ആളുകളെ പേര് നമ്മൾ ലോകത്ത് എവിടെ പോയി പറഞ്ഞാലും അവരൊക്കെ സിന്ദാബാദ് എന്ന് പറയും. ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, എല്ലാവരും സിന്ദാബാദ് എന്ന് പറയുന്നത് കണ്ടോ? ഇതാണ് ലോകത്ത് മുഴുവനും മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ പേര് കേൾക്കുമ്പോൾ. ആ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ബഹുമതിയിൽ ഒന്ന്, മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ പ്രസവിക്കുന്ന ആ രാത്രിയിൽ തൊബരിസ്ഥാൻ ഡിസ്ട്രിക്റ്റിൽ 1100 ഉമ്മമാര് പ്രസവിച്ചിട്ടുണ്ട്. ആ പ്രസവിച്ച ഉമ്മമാര് മുഴുവനും ആൺകുട്ടികളെയാണ് പ്രസവിച്ചത്. ആ ആൺകുട്ടികൾ മുഴുവനും പിന്നീട് ഔലിയാക്കളായി മാറിയിട്ടുണ്ട്. മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ ജനിക്കുന്ന അന്ന് ജനിച്ച 1100 കുട്ടികളും ആൺകുട്ടികളാണ്. അവരെല്ലാവരും ഔലിയാക്കളാണ്. ഇമാം ഖതീബ് തിബ്രിസി റളിയല്ലാഹു അൻഹു തന്നെ താരിഖ് ബഗ്ദാദ് 40 വാള്യമുള്ള കിതാബാണ്. താരിഖ് ബഗ്ദാദ് ഇമാം ഖതീബ് തിബ്രിസി തങ്ങളുടെ ആ 40 വാള്യമുള്ള കിതാബിൽ ബഗ്ദാദിൽ വന്ന ഔലിയാക്കളെ മാത്രമാണ് പരാമർശിക്കുന്നത്. ബഗ്ദാദിൽ മാത്രമുള്ള ഔലിയാക്കൾ. ഇപ്പോഴും നമുക്ക് അവിടെ പോയി നോക്കിയാൽ ആ ഔലിയാക്കളെ മക്കാമുകൾ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് കാണാം. ആ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ഉമ്മ 60ാമത്തെ വയസ്സിൽ പ്രസവിച്ച് നോക്കുമ്പോൾ ആ കുഞ്ഞ് റമളാനു ശരീഫിൽ പകൽ സമയത്ത് മുല കുടിക്കില്ല. നമ്മളൊക്കെ മുഹീദ്ദീന്മാരിൽ പാടിയിട്ടുണ്ടാകും, മുതലായ റമളാനിൽ മുല കുടിക്കും കാലം 30 നാളിലും മുലനെ തൊടാത്തോവർ ബിൽ ഖുത്ബിർ റബ്ബാനി വൽ ഗൗസിസ് സമദാനി. എനിക്ക് നിങ്ങളോട് വല്ലാത്ത സന്തോഷമായി. അല്ലാഹു സുന്നത്തി ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. ഞാൻ ഇതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് വയലു പറഞ്ഞിട്ട് ബിൽ ഖുത്ബിർ റബ്ബാനി എന്ന് പറഞ്ഞ് ഇങ്ങനെ കാട്ടി ഞാൻ തന്നെ പൂർത്തിയാക്കേണ്ടി വന്നു. ആരും സഹായത്തിന് കിട്ടിയില്ല. അപ്പോ അത് ഇവിടെ ഒരു വ്യത്യാസം കണ്ടപ്പോ എല്ലാത്തും റാഹത്തായി. സ്വലാത്തുൻ അലാ നൂരിൽ വജൂദി വആലിഹി. അല്ലാഹുവേ, ഈ കൂടിയ ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും ബദരീങ്ങളെ കൊണ്ട് നീ കാക്കണേ അല്ലാഹ്. ബദരീങ്ങളെ ഹക്ക് കൊണ്ട് നീ തണലാകണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ ശരീരത്തിലും വീടുകളിലും ഏത് രോഗാണുക്കളുണ്ടെങ്കിലും കരിച്ചു കളയണേ അല്ലാഹ്. ഹബീബുന മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിലേക്ക് എത്തുന്ന അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമാ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമാ. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ താവഴിയിലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ താവഴിയിലുമാണ് അള്ളാഹുവിന്റെ അഹ്ലു ബൈത്ത് വരുന്നത്. അതിൽ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ഉമ്മ വഴിക്ക് പോകുമ്പോൾ 13
വാപ്പ വഴിക്ക് പോകുമ്പോൾ 12ാമത്തെ പരമ്പരയാണ്. ആ 2 പരമ്പരയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പോയി ചേരുന്ന അഹ്ലു ബൈത്താണ്. ആ അഹ്ലു ബൈത്തിൽ ജനിച്ചിരിക്കുന്ന കുഞ്ഞു മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങൾ ചെറിയ ചോര പൈതലാകുന്ന സമയത്ത് തന്നെ നോമ്പെടുത്തിട്ടുണ്ട്. എന്താണ് അവിടുത്തെ ഉമ്മ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ പറയുന്നു, മുതലായ റമളാനിൽ 30 നാളിലും ആ റമളാനു ശരീഫിന് 30 ദിവസവും പകൽ സമയത്ത് മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങളാകുന്ന കുട്ടി ഉമ്മയുടെ മുലപ്പാല് കുടിച്ചിട്ടേ ഇല്ല. അതിന് പണ്ഡിത ലോകം അക്കാലത്ത് കൊടുത്തിരിക്കുന്ന അംഗീകാരം. ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു റമളാന്, അത് റമളാനാണോ അതല്ല റമളാൻ അല്ലേ, മാസപ്പിറവി കാണുന്നതിൽ തർക്കം വന്നു. മേഘം മൂടിയേറ്റ മാസപ്പിറവി കാണാതെ തർക്കം വന്നപ്പോൾ അന്നത്തെ പണ്ഡിതന്മാര് പറഞ്ഞു, ഉമ്മുൽ ഖൈർ ബീവിയെ ഒന്ന് സമീപിച്ചു നോക്കാം, അവരുടെ കുട്ടി റമളാനിൽ മുല കുടിച്ചിട്ടില്ലല്ലോ, ഇന്ന് ആ കുട്ടി മുലപ്പാല് കുടിക്കുന്നുണ്ടോ, അത് നോക്കിയിട്ട് നമുക്ക് റമളാനാണോ അല്ലേ എന്ന് തീരുമാനിക്കാം. അത്രയധികം പണ്ഡിത ലോകം. മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ജനിച്ച് ഏതാനും ദിവസങ്ങളായപ്പോൾ വാപ്പ മരണപ്പെട്ടു പോയി. ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പ മരണപ്പെട്ടു പോയി. യതീമായി വളരുക എന്നത് ഒട്ടേറെ മഹാന്മാർക്ക് കാണാം. ഉമ്മ വളർത്തിയിരിക്കുന്ന മക്കളൊക്കെ വലിയ പദവിയിലെത്തിയത് കാണാം. നബി മുഹമ്മദ് മുസ്തഫ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മ വളർത്തിയ മോനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെറ്റ ഉമ്മ ബീബി ആമിന, മുല കൊടുത്തിരിക്കുന്ന ഉമ്മ ബീബി ഹലീമത്തു സഅദിയ. ഉമ്മ പോയ ശേഷം പിന്നെ പോറ്റിയിരിക്കുന്ന പോറ്റുമ്മ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ. അതാണ് റസൂലുള്ളാഹി തങ്ങൾ 6ാമത്തെ വയസ്സിൽ ഉമ്മ പോയ ശേഷം മറ്റൊരു ഉമ്മമാര് വളർത്തിയിരിക്കുന്ന മക്കൾ, ആ മക്കളെല്ലാം വലിയ വലിയ പദവിയിലെത്തിയത് കാണാം. ഉമ്മമാര് മക്കളെ നന്നാക്കിയെടുക്കുന്ന വിഷയത്തിൽ ഉമ്മയുടെ പങ്കാളിത്തം വളരെ വലുതാണ്. ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഗർഭം ധരിക്കുമ്പോൾ ഉമ്മമാര് ശ്രദ്ധിക്കണം. ഗർഭകാലത്ത് ഗർഭിണിയായ പെണ്ണ് നല്ല പോലെ ഖുർആൻ ഓതണം, നല്ല പോലെ സ്വലാത്ത് ചൊല്ലണം, നല്ല പോലെ ദിക്ർ ചൊല്ലണം. ഗർഭകാലത്ത് ഉമ്മ ചെയ്യുന്നതെല്ലാം കുട്ടിക്ക് ഫലം ചെയ്യും. ഉമ്മ നല്ല ആഹാരം കഴിച്ചാൽ കുട്ടിക്ക് നല്ല ആരോഗ്യമുണ്ടാകും. ഉമ്മ വിഷം കഴിച്ചാൽ കുട്ടിക്കും അപകടം പറ്റും. അന്നത്തെ ഒരു ഉമ്മയുടെ കൂടെയാണ് കുട്ടി നിൽക്കുന്നത്. ഉമ്മ ഖുർആൻ ഓതിയോ അതിന്റെ ഗുണം കുട്ടിയുടെ മസ്തിഷ്കത്തിനുണ്ടാകും. ഉമ്മ സ്വലാത്ത് ചൊല്ലിയോ അതിന്റെ മഹബത്ത് കുട്ടിയുടെ കൽബിലുണ്ടാകും. ഉമ്മ ദിക്ർ ചൊല്ലിയോ കുട്ടിക്ക് അതിന്റെ നന്മയുണ്ടാകും. ഗർഭകാലത്ത് ഇങ്ങനെ പിക്ചറുകൾ കണ്ടിട്ടും സിനിമാ ഗാനങ്ങൾ പാടിയിട്ടും വേണ്ടാത്ത ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് പോകല്ലേ ഉമ്മമാരെ. രണ്ടാമത്തത്, ഒരു ഉമ്മ പ്രസവിച്ചു കഴിയുമ്പോൾ ആ പ്രസവിച്ചിരിക്കുന്ന കുട്ടിക്ക് ഉമ്മമാർ നല്ല പോലെ ശ്രദ്ധിച്ച് മുലപ്പാൽ കൊടുക്കണം. ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കി. 9ാമത്തെ വയസ്സിൽ മുവത്ത എന്ന ഹദീത്തിന്റെ കിതാബടക്കം ഹദീത്ത് മനപ്പാഠമാക്കി. 12-13ാമത്തെ വയസ്സെത്തിയപ്പോഴേക്കും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ആധികാരിക വിധിവിലക്കുകൾ ഫത്വ കൊടുക്കുന്ന മുഫ്തി എന്ന പദവിയിലേക്ക് ഉയർന്നു. വേഗം കറാമത്ത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നമുക്ക് അധ്വാനം ഇല്ലാതെയാക്കണ്ട. കറാമത്ത് വേറെ ധാരാളം പറയാനുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കിയപ്പോൾ അവിടുത്തെ ഉമ്മ പറഞ്ഞില്ലേ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ പോറ്റിയിരിക്കുന്ന മോനാണ്. എന്താ ഉമ്മ പറയുന്നത്? എന്റെ മോനിക്ക് ഞാൻ മുലപ്പാൽ കൊടുക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വൽവാലിദാതു യുർദിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ഇൻ അറാദ അൻ യുതിമ്മ റളാഅ. അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മുല കൊടുക്കുന്ന ഉമ്മമാർ അവരെ മക്കൾക്ക് പൂർത്തിയായ 2 വർഷം മുല കൊടുക്കട്ടെ. ഒരായത്തിൽ 2 പ്രാവശ്യമാണ് പൂർത്തീകരണം എന്ന് പറഞ്ഞത്. ഇൻ അറാദ അൻ യുതിമ്മ റളാഅ, പൂർത്തിയാക്കി മുല കൊടുക്കുകയാണെങ്കിൽ ഹൗലൈനി കാമിലൈൻ, പൂർണ്ണമായ 2 കൊല്ലം. ഒരായത്തിൽ 2 പ്രാവശ്യമാണ് പൂർത്തീകരണം എന്ന് പറഞ്ഞത്. പക്ഷേ 2 വാക്കാണ് ഉപയോഗിച്ചത്, 2 പദമാണ്. ഒന്ന് തമാമ്, ഒന്ന് കമാല്. തമാമും കമാലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും പൂർത്തീകരിക്കട്ടെ എന്നാണ്. തമാമും കമാലും തമ്മിൽ ആ വ്യത്യാസമുണ്ട്. ആ മുല കൊടുക്കുമ്പോൾ 2 കൊല്ലം പൂർത്തിയാക്കി, അതിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും. എങ്ങനെ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇമാം ഷാഫിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഉമ്മ പറയട്ടെ,
2 കൊല്ലം ഞാൻ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും വുളു ഇല്ലാതെ ഞാൻ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടേ ഇല്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുകയാണ്, ഞാൻ എൻ്റെ മോനിക്ക് 2 വർഷം മുലപ്പാല് കൊടുത്തപ്പോൾ വുളു ഇല്ലാതെ ഒരിക്കൽ പോലും കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുകയാണ്, രണ്ടാമത്തത്, ഖിബ്ലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ടല്ലാതെ ഞാൻ എൻ്റെ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടേ ഇല്ല. ഉമ്മമാരെ, കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കുന്നത് അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇബാദത്താണ്. ആ ഇബാദത്ത് ഷാഫി ഇമാമിന്റെ ഉമ്മ ചെയ്യുമ്പോൾ വുളു എടുക്കുന്നു, ഖിബ്ലക്ക് മുന്നിട്ടിരിക്കുന്നു, എന്നിട്ട് കുട്ടിക്ക് ബിസ്മില്ലാഹ്, കുടിച്ചു കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ്, കുട്ടിയെ താരാട്ട് പാടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കുട്ടിയുടെ മാംസത്തിലും മജ്ജയിലും രക്തത്തിലും എന്ന് വേണ്ട ശരീരത്തിൽ മുഴുവനും അല്ലാഹ് എന്നത് ഊട്ടി ഉറപ്പിക്കാൻ 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കി, 9ാമത്തെ വയസ്സിൽ ഹദീസ് മനപ്പാഠമാക്കി, 12, 13 എത്തുമ്പോൾ മുഫ്തിയായി. ഉമ്മമാർ അല്പം ശ്രദ്ധിക്കണം. മക്കളെ നന്നാക്കണമെന്ന് താല്പര്യമുണ്ടോ? അത് ഗർഭം മുതൽക്ക് 6 വയസ്സാകുമ്പോഴേക്കും കുട്ടിക്ക് വേണ്ടതൊക്കെ തീരുമാനിക്കപ്പെടണം. കുട്ടികളുടെ നന്മയൊക്കെ അവിടെ കഴിയും. 6ാമത്തെ വയസ്സിലാണ് റസൂലുള്ളാഹിന്റെ ഉമ്മ പോയത്. ഇനി കുട്ടി നന്നാകാൻ ഉമ്മയും വാപ്പയും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പഠിപ്പിച്ചു തരാം. അതാകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കണം. നോക്ക് നിങ്ങൾ, ഉമ്മമാര് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് വൃത്തിയുള്ള സ്ഥലത്ത് ഇരിക്കണം. നല്ല കാറ്റ് കൊണ്ടിട്ട് സന്തോഷത്തോടെ ആവണം. കുട്ടിയെ മുലപ്പാൽ കൊടുക്കുന്നതിന് വേണ്ടി കുട്ടിയെ ഇങ്ങനെ മടിയിലിരുത്തിയിട്ട് കുട്ടിയുടെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ വെക്കണം. കുട്ടിയോട് നല്ല പോലെ ഒന്ന് പുഞ്ചിരിക്കണം. എന്നിട്ട് കുട്ടിക്ക് വൃത്തിയുള്ള മുലക്കണ്ണ് വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ബിസ്മില്ലാ എന്ന് കുട്ടി കേൾക്കത്തക്ക രീതിയിൽ ചൊല്ലണം. എന്നിട്ട് ആ കുട്ടി നല്ല പോലെ മുല കുടിച്ച് കഴിയുന്നത് വരെ ഉമ്മ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണം, ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കണം. കുട്ടി പൂർണ്ണമായും മുലപ്പാല് കുടിച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് ഉമ്മ പറയണം. ഇത് നമ്മളെ നാട്ടിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പിണങ്ങിയാൽ പിന്നെ കുട്ടിക്കാണ് അതിന്റെ പരിക്ക്. എല്ലാവരും ചിരിച്ചല്ലോ, അനുഭവം ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാഹുവിനെ ഖൈർ നൽകണേ അല്ലാഹ്. അല്ല, ഭാര്യമാരും നമ്മൾ തമ്മിലൊരു തമാശയായിട്ടൊരു സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് പോകണം. അപ്പോഴേ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ഒരു പട്ടാളക്കാരനായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ചായ ഇങ്ങോട്ടെടുക്ക്, ഇതങ്ങോട്ട് വെക്ക്, അങ്ങനെയല്ല. പുരുഷന്മാരും കുറച്ചൊന്ന് നല്ല പോലെ ശ്രദ്ധിക്കണം. ഞാൻ ഏത് വീട്ടിൽ പോയാലും നല്ല ആഹാരം കിട്ടും. ഇന്നിപ്പോൾ ഇവിടെ ഒരാളെ വീട്ടിൽ പോയി, എന്താ നല്ല ഭക്ഷണം, ചപ്പാത്തിയും പത്തിരിയും പിന്നെ നെയ്ച്ചോറും ഒക്കെ നല്ല ഭക്ഷണം. അള്ളാഹു കബൂലാക്കട്ടെ. നിങ്ങളെ നോട്ടം കണ്ടപ്പോൾ ഒരു ഇയാൾക്ക് നല്ല സുഖാന്ന് തോന്നിയോ? നിങ്ങളിങ്ങനെ അസൂയപ്പെട്ട് നോക്കണ്ട. ബറാഅത്തിന് നന്നായിട്ട് യാസീൻ ഓതിയാൽ നിങ്ങൾക്കും കിട്ടും. ഞാൻ ബറാഅത്തിന് റിസ്ക്കിന് തന്നെ 2 യാസീൻ ഓതി. എൻ്റെ നാട്ടിൽ ഒരു പള്ളിയിൽ അസർ നിസ്കരിച്ചിട്ടാണ് യാസീൻ ഓതി. അവിടെ പോയിട്ട് അസർക്ക് ഓതി. മറ്റേ പള്ളിയിൽ മഗ്‌രിബിക്ക് ശേഷം അവിടെയും പോയിട്ട് ഓതി. അപ്പോൾ റിസ്ക്കിന് തന്നെ എത്ര യാസീനായി? 2 യാസീൻ. അപ്പം ഞാൻ പോകുന്നിടത്ത് ചപ്പാത്തി ഉണ്ടാവും, ചോറും ഉണ്ടാവും. 2 യാസീൻ ഓതിയതാണ്. ഞാൻ ഇന്നാൾ വീട്ടിൽ പോകുമ്പോഴേ നല്ല മാന്തൾ മീൻ വെക്കുന്നുണ്ട് ദാഹസ്ഥാൻ. ഞാൻ കുറച്ച് മാന്തൾ വാങ്ങി, വലിയ മാന്തൾ. അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് ഞാൻ നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഞാനിങ്ങനെ മാന്തൾ പൊരിച്ചതും ചോറും എന്നുള്ള വിചാരത്തിൽ വരികയാണ്. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഭാര്യ ചോറ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ മാന്തൾ കാണാനില്ല. അപ്പം ഞാൻ ചോദിച്ചു, അല്ലടോ മാന്തൾ എന്തായി? അപ്പോൾ ഭാര്യ പറഞ്ഞു, 2 മാന്തൾ നന്നാക്കി റെഡിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് ഞാനത് പൊരിക്കാൻ നോക്കുമ്പോൾ കുഞ്ഞ് കരഞ്ഞു. മോളെ കുട്ടിയുണ്ട്. കുട്ടി കരഞ്ഞപ്പോൾ ഞാൻ കുട്ടിയെ എടുക്കാൻ വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോഴേക്ക് 2 മാന്തളും പൂച്ച കൊണ്ടുപോയി. പൂച്ചയും ബറാഅത്തിന് 2 യാസീൻ ഓതിയും തോന്നുന്നത്. അല്ലാഹു, നിങ്ങളെ കൂടെ പൂച്ചയും 2 യാസീൻ ഓതിയും തോന്നണമെന്ന് പറഞ്ഞു. യാ റബ്ബേ, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ തന്നെയല്ലേ ഇത് പഠിപ്പിച്ചത്. അപ്പൊ ചിലതൊക്കെ അങ്ങനെ ഭാര്യമാരിൽ നിന്ന് കിട്ടാഞ്ഞാൽ പറ്റൂല. ചില തമാശകളൊക്കെ നടക്കണ്ടേ. നമ്മുടെ നാടുകളിലെല്ലാം വയലുകൾ നികത്തിയിട്ട് തെങ്ങ് വെക്കുമ്പോൾ, തെങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് റബ്ബർ വെക്കുമ്പോൾ, ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനാ അവർകൾ ആ വഴിക്കിങ്ങനെ നടന്നു പോകുമ്പോൾ
നെല്ലുണ്ടാക്കേണ്ട സ്ഥലത്ത് മണ്ണ് നികത്തിയിട്ട് തെങ്ങ് വെച്ചിട്ടുണ്ട്. തെങ്ങ് മുറിച്ചിട്ട് പിന്നെ റബ്ബർ വെക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ. റബ്ബറിന് വലിയൊരു വില വന്നല്ലോ. അന്ന് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ ജനങ്ങളൊക്കെ ഖേദിക്കേണ്ടി വരും. ഇപ്പൊ ഖേദിച്ചില്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടിലെ കൃഷിയുടെ സ്ഥിതി എന്താ? ഞങ്ങളെ നാട്ടിൽ മുഹമ്മദ് അലി പശു വാങ്ങിയാൽ മതി. ഒരു പശുവിനെ വാങ്ങി, അതിന് നല്ല പാലുണ്ട്, ചവിട്ടിയിട്ട് അടുക്കാൻ വയ്യ. ചവിട്ടിയിട്ടും കുത്തിയിട്ടും പശുവിനെ തൊടാൻ പറ്റൂല. അപ്പോൾ വിചാരിച്ചു വേറൊരു പശുവിനെ വാങ്ങട്ടെ. രണ്ടാമത്തെ പശുവിനെ വാങ്ങി. അപ്പം അതിന് നല്ല സ്വഭാവം, ഒരു തുള്ളി പാലുമില്ല. ഇപ്പം റബ്ബറും തേങ്ങയും രണ്ടും കണക്കായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്കൊരു കിടപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു പഞ്ചായത്തിൽ ചതുപ്പ് ഭൂമി, ഒരു പഞ്ചായത്തിൽ കൃഷിഭൂമി, ഒരു പഞ്ചായത്തിൽ വീട് വെക്കാനുള്ള ഭൂമി, അങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കണക്കാക്കിയിട്ടുണ്ട്, നിലവും പൊയിലും പറമ്പും ഒക്കെ ആയിട്ട്. പക്ഷെ നമ്മളതിൽ കൃഷി ചെയ്യാതിരുന്നാൽ പറ്റുമോ? കൃഷി ചെയ്യണം.